കോട്ടയത്തെ പാടശേഖരങ്ങളിൽ നെല്ലു സംഭരണം പ്രതിസന്ധിയിൽ. സപ്ലൈകോ യഥാസമയം നെല്ല് സംഭരണം നടത്താത്തതിനാൽ ക്വിന്റൽ കണക്കിന് നെല്ലാണ് പാടശേഖരങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. ചങ്ങനാശ്ശേരിക്ക് സമീപം കുറിച്ചി കക്കുഴി ആലപ്പാട്ടുചാൽ പാടശേഖരത്തിൽ 20 ദിവസം കഴിഞ്ഞിട്ടും നെല്ല് സംഭരണം നടക്കാത്തതിനാൽ കർഷകർ ദുരിതത്തിലാണ്. ഏക്കറുള്ള കുറിച്ചി കക്കുഴി ആലപ്പാട്ടുചാൽ പാടശേഖരത്തിൽ നിന്നുള്ള കാഴ്ചയാണിത്. കൊയ്ത്തു കഴിഞ്ഞ് 21 ദിവസം പിന്നിട്ട നെല്ലാണ് പാടശേഖരത്തിൽ ഈ കൂട്ടിയിട്ടിരിക്കുന്നത്. നെല്ല് യഥാസമയം സംഭരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സപ്ലൈകോ തയ്യാറാകുന്നില്ല. സപ്ലൈകോ മില്ലുകാരുമായി ചേർന്ന് കൂടുതൽ കിഴിവ് ആവശ്യപ്പെടുന്നതാണ് സംഭരണം വൈകാൻ കാരണമെന്ന് കർഷകർ പറയുന്നു. 10% വരെ കിഴിവാണ് മില്ലുടമകൾ ആവശ്യപ്പെടുന്നത്. വേനൽ മഴ കടുക്കുന്നതോടെ കർഷകരെ സമ്മർദ്ദത്തിലാക്കി നെല്ല് സംഭരിക്കാനാണ് മില്ലുടമകൾ ശ്രമിക്കുന്നതെന്നും കർഷകർ പറയുന്നുണ്ട്. നെല്ല് സംഭരണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കക്കുഴി ആലപ്പാട്ടുചാൽ പാടശേഖരത്തെ കർഷകർ കോട്ടയം പാടി ഓഫീസ് ഉപരോധിച്ചു. സ്ത്രീ കർഷകർ ഏറ്റവും കൂടുതലുള്ള പാടശേഖരമാണിത്. അന്ന് മുതൽ ഞങ്ങൾ കൊയ്ത് അറിയിക്കുകയും ചെയ്തു. പാടി ഓഫീസിൽ നിന്ന് ആരും തിരക്കാൻ പോലും വന്നില്ല. പിന്നെ ഓരോ മില്ലുകാരുടെ നമ്പർ നമ്മുടെ കയ്യിൽ തരും. ഓരോ മില്ലുകാരെ തരുമ്പോഴും നമ്മൾ വിളിച്ചിട്ട് അവരാരും വന്നില്ല. ഇന്ന് രാവിലെ മാഡമൊക്കെ വന്ന് ക്യൂസ് ചെയ്തു. 21ാമത്തെ ദിവസമാണ് ക്യൂസ് ചെയ്ത്. അതുവരെ ആരും തിരക്കുകയോ വന്നു നോക്കുകയോ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ഇപ്പം മാഡത്തിനോട് പറഞ്ഞു, ആലോചിച്ച് പറയാവുന്നേ പറഞ്ഞിട്ടുള്ള, തീർത്തും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഇന്നതിന് തീരുമാനം ആയില്ലെങ്കിൽ ഇനിയും ഞങ്ങൾ മുന്നോട്ട് ഇതുപോലെ തന്നെ. ഒരു മഴ കഴിഞ്ഞു, ഇനിയിപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ അത് മുഴുവൻ നമുക്ക് പോക്കാനേ പറ്റത്തുള്ളൂ. നെല്ല് 21 ദിവസം എന്ന് പറഞ്ഞാൽ പാടത്തല്ലേ കിടക്കുന്നത്. ആ പാടത്ത് കിടക്കുമ്പോൾ അതിൻ്റേതായ കുഴപ്പങ്ങൾ, ബുദ്ധിമുട്ട് മുന്നോട്ട് വരും. നെല്ല് കൊയ്ത് കഴിഞ്ഞാൽ 3 ദിവസത്തിനകം എടുക്കണം. അതാണ് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും പറയുന്നത്. ഒരു സ്ഥലങ്ങളിലും അത് പാലിക്കപ്പെടുന്നില്ല. പാലിക്കപ്പെടാതെ വരുമ്പോഴത്തേക്കിനാണ് 3 ദിവസം എന്നുള്ള ഒരാഴ്ച വരെ പൊയ്ക്കോട്ടെ, അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം മുട്ടുകമ്മൽ വരെ പണയം വെച്ച് ഇവിടെ കൂടുതലും സ്ത്രീകളാണ് കൃഷി ചെയ്യുന്നത്. അതാണ് ഈ പാടത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ സ്ത്രീകൾ മുന്നിട്ടിറങ്ങി ഒരു പരിപാടി ചെയ്തിട്ട് 21 ദിവസമായിട്ട് അവർക്ക് നെല്ലെടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പം പിന്നെ അടുത്ത പ്രാവശ്യം അവർ ഇറങ്ങുമോ? മൊത്തത്തിലൊരു തീരുമാനത്തിലേക്ക് മിക്കവാറും പോകും. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിലെ ഒട്ടുമിക്ക പാടശേഖരങ്ങളുടെയും കർഷകരുടെ ഒരു തീരുമാനം അടുത്ത വർഷം ഇതിനെല്ലാം ഒരു തീരുമാനമുണ്ടായതിന് ശേഷം കൃഷി എന്നുള്ള രീതിയിലാണ് മിക്ക പാടശേഖര സമിതികളും പോകുന്നത്. അത് കൂട്ടി യോജിപ്പിച്ച് നമ്മളൊരു തീരുമാനത്തിലേക്ക് മിക്കവാറും എത്തും. ഈ പാടത്തെ ശേഖരം ഇന്ന് 21 ദിവസമായി കൊയ്ത് നെല്ല് കയറി കിടക്കുന്നു. അവർ കഴിഞ്ഞ കൊല്ലം 10 കിലോ കിഴിവ് മേടിച്ചു. ആ ഒരു പാരമ്പര്യമാണ് ഈ കൊല്ലം അവർ 10 കിലോ കിഴിവാണ് പിടിച്ചിരിക്കുന്നത്. ഞങ്ങൾ ആ 10 കിലോ കിഴിവ് കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ കൊടുക്കാവുന്നത് 5 കിലോ കിഴിവ്. അന്ന് മേഡത്തിനോട് ഇന്ന് രാവിലെ വന്നപ്പോൾ മേഡത്തിനോട് 5 കിലോ കിഴിവ് കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നാ വെച്ചാൽ ഞങ്ങളെല്ലാവരും പാവപ്പെട്ട കൃഷിക്കാരാണ്. ആരും ഇന്ന് സാമ്പത്തികമുള്ളവരല്ല, കൂലിപ്പണിക്കാരാണ്. ഈ നെല്ല് കൊയ്തെടുക്കുന്ന 6 മാസം അധ്വാനമാണ്. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് എന്ത് നേട്ടമാണ് കിട്ടുന്നത്? ഈ പാടി ഓഫീസർമാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കൂടി ഈ ഏജന്റുമാരും കൂടിക്കൊണ്ടാണ് ഈ ചതുവ് ഞങ്ങളോട് കാണിക്കുന്നത്. ഇതിനൊരു തീരുമാനം നമ്മുടെ സർക്കാർ എടുത്തു തരണം. കർഷക പ്രതിഷേധം ശക്തമായതോടെ നെല്ല് സംഭരണം സംബന്ധിച്ച് ഇന്ന് അന്തിമ തീരുമാനം അറിയിക്കാമെന്നാണ് പാടി ഓഫീസർ കർഷകരെ അറിയിച്ചിരിക്കുന്നത്. അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് കർഷകരുടെ തീരുമാനം. ജനം, കോട്ടയം.